ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 1 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പോളം വെളുത്ത എള്ളും എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10-20 എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ പകുതി കാശ്മീരി മുളക് എടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം കായും ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മിളക് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കാണ്ട് ഈ മിളക് ആദ്യം തന്നെ വറക്കാം. നമുക്ക് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഗീ പൊടി ഇഡ്ഡലി അതേമാതിരി പൊടി ദോശ എന്നൊക്കെ കൊണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്കത് വീട്ടിലുണ്ടാക്കി ഈ പൊടി തയ്യാറാക്കി വെച്ച് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഈ മിളക് വറുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കടലപ്പരിപ്പും വെളുത്ത എള്ളും ഉഴുന്നും വറുത്തെടുക്കാം. ഇവിടെ ഒത്തിരി ഇഷ്ടമാണ് മോൾക്കൊക്കെ ഇത് കഴിക്കാൻ. ഇത് വെളിച്ചെണ്ണയിലോ നെയ്യിലാണ് ചാലിച്ച് നമ്മൾ കഴിക്കുക. ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ കായം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കായം ഒന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ചേർത്ത് ഒന്ന് മുരിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. കാരണം ഇതൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായി കടിക്കും. അപ്പോൾ വല്ലാണ്ട് നൈസായിട്ട് പൊടിക്കരുത്. ഒരു തരിപ്പോട് കൂടി പൊടിച്ച പൊടി ഇഡ്ഡലിപ്പൊടി റെഡിയായി. അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.